കരിങ്കുന്നം ഇല്ലിചാരി മേഖലയിൽ ഭീതി പടർത്തി തീപിടുത്തം. അണയ്ക്കാൻ സഹായമായത് പൈനാപ്പിൾ കർഷകരുടെ ഉപകരണങ്ങൾ. 50 ഏക്കറോളം പ്രദേശത്ത് വ്യാപിച്ച തീ നിയന്ത്രിക്കാൻ ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാതെ വരികയായിരുന്നു. പൈനാപ്പിൾ കർഷകർ ഉപയോഗിക്കുന്ന പിക്കപ്പ് വാഹനങ്ങളിൽ വെള്ളം എത്തിച്ച് അവരുടെ തന്നെ മോട്ടോറും നീളമുള്ള ഹോസുകളും ഉപയോഗിച്ചാണ് തീ അണച്ചത്. കരിങ്കുന്നം ഇല്ലിചാരി പ്രദേശത്ത് ശനിയാഴ്ച ഉച്ചയ്ക്ക് 11 മണിയോടെ തീപടരാൻ ആരംഭിക്കുകയായിരുന്നു. തീപിടുത്തം വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കിയത്. പഴയമറ്റം ഇല്ലിചാരി ടോപ്പിൽ ചെറുതായി ആരംഭിച്ച തീ ചെരിഞ്ഞ പാറക്കെട്ടിലെ ഉണങ്ങിയ പുൽമേടുകളിലൂടെ പ്രദേശത്താകെ പടരുകയായിരുന്നു. ഏതാണ്ട് 50 ഏക്കറോളം സ്ഥലത്ത് തീ പടർന്നു. ഫയർഫോഴ്സ് എത്തിയെങ്കിലും ദുർഘടമായ പാതയിലൂടെ ദുരന്ത സ്ഥലത്തേക്ക് വാഹനമെത്തിക്കാൻ കഴിയാതെ വന്നു. പ്രദേശവാസികളായ നാട്ടുകാർ മരച്ചില്ലകൾ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല. ഞായറാഴ്ച രാവിലെ 50ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന റബ്ബർ തോട്ടം ഉൾപ്പെടെ പ്രദേശത്തേക്കും തീ പടരാൻ ആരംഭിച്ചു. 8 മണിയോടെ ഈറ്റയ്ക്കൽ ജിൻസ്, മുല്ലക്കരിയിൽ ടോമി എന്നിവർ പൈനാപ്പിൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന മോട്ടോർ, നീളമുള്ള ഹോസ് എന്നിവ ഉപയോഗിച്ച് പിക്കപ്പ് വാഹനങ്ങളിൽ വെള്ളമെത്തിച്ച് പമ്പ് ചെയ്ത് തീ കെടുത്തുകയായിരുന്നു. കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, തൊടുപുഴ ഫയർ സ്റ്റേഷൻ ജീവനക്കാർ, പഞ്ചായത്ത് അംഗങ്ങൾ, പ്രദേശവാസികൾ എന്നിവരുൾപ്പെടെ 200ഓളം പേരാണ് തീ അണയ്ക്കുന്നതിൽ പങ്കാളികളായത്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.